നമസ്തേ. ന്യൂസ് ഇന്ത്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിൽ സൂംബ എന്ന കലാകായിക രൂപം നിർബന്ധമാക്കി ഉത്തരവിറക്കാൻ പോകുന്നു. വാർത്ത കേട്ട ചില മൗലവിമാര് ഇതെന്താണെന്നറിയാതെ ഗൂഗിളിൽ അടിച്ചു നോക്കി. മൊല്ലാക്ക അടിച്ചത് സൂംബയ്ക്ക് പകരം സാംബ എന്നാണ്. വന്നതാകട്ടെ ഐറ്റം ഡാൻസിനോട് കിടപിടിക്കുന്ന തരത്തിലുള്ള ചില യുവതികളുടെ അർദ്ധമേനി പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഒരു തരം ഡാൻസ്. അടുത്തു നിന്ന മൂത്ത മൗലവിയോട് പറഞ്ഞു, എൻ്റെ പൊന്നുറബ്ബേ, ഇതൊന്നും നമ്മൻ്റെ സ്കൂളിൽ നടപ്പിലാക്കാൻ പറ്റൂല. പെമ്പിള്ളേര് അവരുടെ അവയവങ്ങളെല്ലാം കുലുക്കിക്കൊണ്ട് അർദ്ധനഗ്നരായി നടത്തുന്ന ഒരു തരം തുള്ളലാണ് ഈ സംഭവം. നമ്മൻ്റെ സ്കൂളിൽ ഇത് ഹറാമാണ്, നടപ്പിലാക്കാൻ പറ്റൂല. നമ്മൾ രഹസ്യമായിട്ട് ചിലപ്പോൾ കാണുന്ന പരിപാടിയാണ് ഇത് പരസ്യമായി പെൺകുട്ടികളെ കൊണ്ട് സ്കൂളിൽ ചെയ്യിക്കാനായിട്ട് പോകുന്നത്. കേട്ട പാതി കേൾക്കാത്ത പാതി താടിക്കാരും തലയെക്കെട്ടുകാരും കൂടെ ഒരു സംഘം ആളുകൾ കൂട്ടം ചേർന്നു. അവർ വിദ്യാഭ്യാസ വകുപ്പിനെതിരെ കലാപമുയർത്തി. ഇത് ഞമ്മൻ്റെ സ്കൂളിൽ ചെയ്യാൻ പറ്റണ കാര്യമല്ല. അവർ കണ്ടത് TG രവിയുടെയും ബാലങ്കേ നായരുടെയൊക്കെ സിനിമയിലെ ചില കൊള്ള സങ്കേതങ്ങളിൽ നടത്തുന്ന ഒരുതരം പാട്ടിനോട് കിടപിടിക്കുന്ന സംഭവമാണ്. സൂംബ എന്താണെന്ന് അവരൊട്ട് കണ്ടില്ല. അവർ കണ്ടത് സാംബയാണ്. ലോകത്തെല്ലാം വളരെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കലാകായിക വ്യായാമ മുറയാണ് സൂംബ. ഒരു പ്രത്യേക താളാത്മകമായ രീതിയിൽ നടത്തുന്ന നൃത്തം ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ ഉന്മേഷം ഉയർത്തുവാനും അത്തരത്തിൽ ചെയ്യുന്നതോടുകൂടി കുട്ടികളുടെ ഇടയിൽ നടക്കുന്ന പലതരത്തിലുള്ള മയക്കുമരുന്ന് ലഹരി വ്യാപനം തടയുവാനും അവർക്കൊരു പുതിയ ഉന്മേഷം പകർന്നു കൊടുക്കുവാനും ഇത് ശാസ്ത്രീയമായി ഉപകരിക്കുമെന്നാണ് മന്ത്രി ശിവൻകുട്ടി കണ്ടുപിടിച്ചത്. മാത്രമല്ല, മന്ത്രി ഇത് നിരന്തരമായി പ്രാക്ടീസ് ചെയ്യുന്നതും പ്രതിപക്ഷത്തിരുന്ന സമയത്ത് നിയമസഭയിൽ അവതരിപ്പിച്ച് കയ്യടി നേടിയതുമായ ഒരു കലാരൂപമാണ് ഈ സൂംബ. അന്ന് ഭരണപക്ഷത്തുണ്ടായിരുന്ന ഇന്നത്തെ പ്രതിപക്ഷ നേതാക്കന്മാർ ഉൾപ്പെടെ മന്ത്രി ശിവൻകുട്ടിയുടെ സൂംബ ഡാൻസ് സ്പീക്കറുടെ ഡയസിന്റെ മുകളിൽ പ്രദർശിപ്പിച്ച് കണ്ടതും അവർക്ക് സ്വയം ബോധ്യപ്പെട്ടതുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കലാരൂപം സ്കൂളുകളിലേക്ക് അവതരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കൂൾ കുട്ടികൾക്ക് കായികവും മാനസികവുമായ ഉന്മേഷം പ്രദാനം ചെയ്യാൻ സാധിക്കുമെന്നാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായിട്ട് പറയുന്നത്. പക്ഷേ എന്തു വന്നാലും ശരി, ഇത്തരം അർദ്ധനഗ്ന മേനി കാട്ടി ഞമ്മൻ്റെ സ്കൂളിൽ ഈ പരിപാടി നടത്തൂല എന്ന വാശിയിലാണ് സമസ്തയും പരിവാരങ്ങളും. ദേഹം മുഴുവൻ പർദ്ദയിട്ട് നടക്കണമെന്ന് ഹഫ്ത പുറപ്പെടുവിച്ചിട്ടുള്ള ഇത്തരം സംഘടനകൾ പെൺകുട്ടികളും ആൺകുട്ടികളും ഇടകലർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കോപ്രായം കളി നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് സ്വർഗത്തിലിരിക്കുന്ന പടച്ചോന് ഒട്ടും സഹിക്കില്ല. മാത്രമല്ല, ഇവർക്ക് പിന്നീട് സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിലുള്ള വിസ അതോടുകൂടി എന്നേക്കുമായി ബാൻ ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശനം നിഷേധിക്കുന്ന ഇത്തരത്തിലുള്ള കാഫിറുകൾ കൊണ്ടുവരുന്ന ഈ പരിപാടികളൊന്നും തന്നെ നടത്താൻ അവർ സമ്മതിക്കില്ല എന്ന ദൃഢപ്രതിജ്ഞയിലാണ് ഇവർ. ഇനി ഇതേ കാര്യം തന്നെയാണ് താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിലും അവർ കൊണ്ടുവരുന്ന നിയമങ്ങൾ. സ്ത്രീകളും പുരുഷന്മാരും ഒരു വേദിയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നത് അവർ നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. മാത്രമല്ല, 6ാം ക്ലാസ് തൊട്ട് മുകളിലേക്കുള്ള വിദ്യാഭ്യാസം പെൺകുട്ടികൾക്ക് നിഷേധിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. പൊതുവിദ്യാലയങ്ങളിൽ പോയി പെൺകുട്ടികൾ ആൺകുട്ടികളുടെ കൂടെ ഇരുന്ന് പഠിക്കുന്നത് അവരെ സംബന്ധിച്ച് ഹറാമാണ്. അവർ നടപ്പിലാക്കുന്ന എല്ലാ നിയമങ്ങളും ഖുറാനിൽ നിന്നുള്ള നിയമങ്ങളാണ് താലിബാൻ കൊണ്ടുവരുന്നത്. താലിബാൻ പ്രത്യേകിച്ചൊരു നിയമവും നടപ്പിലാക്കിയിട്ടില്ല. അവർ അഫ്ഗാനിസ്ഥാനിൽ നടപ്പിലാക്കുന്ന എല്ലാ നിയമങ്ങളും ഖുറാനിലുള്ളത് തന്നെയാണ്. അതായത് ശരിയത്ത് നിയമങ്ങളാണ്. ഇതേ ശരിയത്ത് നിയമങ്ങൾ, അതായത് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അതേ നിയമങ്ങൾ കൊണ്ട് തന്നെയാണ് ഇവിടെ സമസ്തയും ചില മുസ്ലിം സംഘടനകളും മുസ്ലിം തീവ്രവാദ സംഘടനകളും ഭാരതത്തിലും നടപ്പിലാക്കാൻ പോകുന്നത്. പൊതുവിദ്യാഭ്യാസം എന്നുള്ളത് ഒരു മതേതര സംയുക്ത സംരംഭം എന്ന നിലക്കാണ് അത് പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ഇടങ്ങളിൽ മതപരമായ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ പോകുന്നത്
അത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് മാത്രമല്ല സാമൂഹിക തിന്മ കൂടിയാണ്. സമൂഹത്തിന് വരാൻ പോകുന്ന ഭീഷണിയുടെ ഒരു സൂചനയായിട്ട് വേണം ഇത്തരം മതസംഘടനകളുടെ അവസ്ഥ പുറപ്പെടുവിക്കലിനെ കാണാൻ. എന്തായാലും ഇതൊരു ശ്ലാഘനീയമായിട്ട് നടപടിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൊണ്ടുവരാൻ പോകുന്നത്. ശിവൻകുട്ടിക്ക് പിന്തുണയുമായി മറ്റൊരു കുട്ടി കൂടെ രംഗത്തെത്തിയിട്ടുണ്ട്. സാക്ഷാൽ MA ബേബി. CPMന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി എന്ത് വില കൊടുത്തും ഈ സൂംബ ഡാൻസ് അല്ലെങ്കിൽ ഇത്തരം നടപടികൾ ഇവിടെ നടപ്പിലാക്കണമെന്ന് വാശി പിടിക്കുന്ന ആളുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള പിന്തുണയും ശിവൻകുട്ടിക്ക് ബേബി കൊടുക്കുന്നുണ്ട്. എന്തായാലും ഗവൺമെന്റ് സ്കൂളുകൾ നടപ്പിലാക്കാൻ പോകുന്ന സൂംബ നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, പക്ഷേ അതിനെ എതിർത്ത് കൊണ്ടുവരുന്ന ഈ മൗലവിമാരുടെ സംഘടനകളും സമസ്ത പോലെയുള്ള മുസ്ലിം മതമൗലികവാദ സംഘടനകൾ നടപ്പിലാക്കാൻ പോകുന്ന അവരുടെ നിർബന്ധത്തിന് വഴങ്ങാതെ സർക്കാർ മുന്നോട്ട് പോകുക എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ച് അതൊരു വളരെ അഭിനന്ദനീയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത്രയും നാളും സർക്കാർ ഈ വിഭാഗത്തെ, ഇത്തരം സംഘടനകളെ സർക്കാർ പാലും തേനും കൊടുത്ത് പരിപോഷിപ്പിച്ചു കൊണ്ടുവന്നവരാണ്. എന്തായാലും ഇനി വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്തരം മുസ്ലിം പ്രീണനങ്ങൾ നടപ്പിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഹിന്ദു വോട്ടുകൾ ഭിന്നിക്കാൻ ഒരു കാരണമാകും എന്ന് കരുതിക്കൊണ്ട് തന്നെ അവരെ ഇനി മയപ്പെടുത്തിക്കൊണ്ട് പോകാൻ സർക്കാരൊട്ട് തയ്യാറുമല്ല. എന്തായാലും ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം.